മന്ത്രി കെ പി ഗണേഷ് കുമാറിന് കുരുക്കായി ഭാര്യ ബിന്ദു മേനോന്റെ ആരോപണം. ഗണേഷ് കുമാറിനെ വീട്ടിൽ വെച്ച് മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും അതിന്റെ ചിത്രങ്ങൾ പകർത്തിയ തന്റെ ഫോൺ പിടിച്ചെടുക്കാൻ മന്ത്രിയുടെ സ്റ്റാഫുകൾ ശ്രമിച്ചുവെന്നും ബിന്ദു ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് നടത്തുന്ന നീക്കമാണിതെന്ന് ഗണേഷ് പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താൻ സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു, അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് പൈസ കൊടുത്ത് രാഷ്ട്രീയം. ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളികളും. പ്രണയം ഒരു കുറ്റമല്ല, നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹത്തിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആൾ തന്നെയാണ്, വളരെ യോഗ്യനാണ്. ആരാ ഈ ശ്രീലേഖ? അവർക്ക് കുശുമ്പ് കൊണ്ട് കിടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് അങ്ങനെ അറിയാം. 112 വിളിച്ച് പരാതി പറഞ്ഞു. ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൻ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ? ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ ശ്രമിച്ചപ്പോ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്നാച്ച് മൈ ഫോൺ. ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഇതാണ് ഉണ്ടായത്. പോലീസ് വന്ന് എന്നോട് ചോദിച്ചു, യാമിനി തങ്കച്ചിയാണോ? ഐ സെഡ് നോ, മൈ നെയിം ഇസ് ബിന്ദു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെങ്ങനെ, അപ്പൊ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. മന്ത്രിയുടെ വേറെ സ്റ്റാഫായ മനോജ് വന്നു. മനോജ് വന്ന് എന്നോട് ചേച്ചി ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ എനിക്ക് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എന്നെ അപമാനിക്കാനും എന്നെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് അടങ്ങ്, ഒന്ന് സാറിന് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്ക്. എന്റെ കാലില് മനോജ് വീഴാണ്. മന്ത്രി പോയി ഉള്ളിൽ പോയി വാലടിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഡോക്യുമെന്റ്സ് എങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് എടുക്കണം. മനോജ് പറഞ്ഞു മിനിസ്റ്ററുടെ വീട്ടിലേക്ക് പോലീസ് കയറാൻ പറ്റില്ല. വീട്ടിലേക്ക് പോലും വന്നില്ല.